കാറിൽ ജയകൃഷ്ണനൊപ്പം ഇരിക്കുന്ന മാലിനിയെ സംബന്ധിച്ച് പറഞ്ഞാൽ തൻ്റെ അച്ഛനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞു വന്നതിൻ്റെ വിഷമം തെല്ലൊന്നുമായിരുന്നില്ല അവളിൽ. ആ വിഷമത്താൽ അവൾ തൻ്റെ അടുത്തിരിക്കുന്ന ജയകൃഷ്ണനെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്തിരുന്നില്ല. മറിച്ച് ഇടയ്ക്കിടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് തലകുനിച്ച് നിശബ്ദമായി ഇരിക്കുക മാത്രമാണ് ചെയ്തത്. ഈ സമയം മാലിനിക്കൊപ്പം ഇരിക്കുന്ന ജയകൃഷ്ണൻ്റെ അവസ്ഥയും ഏകദേശം അതുപോലെ തന്നെയായിരുന്നു. ഒരു കനൽക്കട്ട കണക്കെ അവൻ്റെ മനസ്സ് നീറിപ്പുകഞ്ഞുകൊണ്ടേയിരുന്നു. എങ്കിലും ഇടയ്ക്ക് മാലിനിയുടെ സങ്കടം കണ്ട് അവൻ്റെ മനസ്സിൽ അവളോട് സഹതാപം തോന്നി. എന്നാൽ അവളെയൊന്ന് സമാധാനപ്പെടുത്താനോ അവളോടെന്തെങ്കിലും ഒന്ന് ചോദിക്കുകയോ അവൻ ചെയ്തിരുന്നില്ല. മറിച്ച് കാറിൻ്റെ ഒരറ്റം ചേർന്ന് പുറത്തേക്ക് നോക്കി നിശബ്ദനായി ഇരിക്കുക മാത്രമാണ് ചെയ്തത്. അതിൻ്റെ കാരണം മനസ്സിൻ്റെ ആ അസ്വസ്ഥത തന്നെയായിരുന്നു. അതോടെ കാറിനകത്ത് വല്ലാത്ത ഒരുതരം നിശബ്ദത തളം കെട്ടി നിന്നു. ഒടുവിൽ ആ കാർ 4:15 ചെമ്പകശ്ശേരി തറവാടിൻ്റെ പ്രധാന കവാടം കടന്ന് തറവാട്ടുമുറ്റത്തായി വന്നു നിന്നു. ഈ സമയം ചെമ്പകശ്ശേരിയിൽ വധൂവരന്മാരെ എതിരേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ഭഗീരഥിയും ബന്ധുക്കളും പൂമുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. കാറിൽ നിന്നും ഇറങ്ങിയ ജയകൃഷ്ണനെയും മാലിനിയെയും ഭഗീരഥി ആരതിയൊഴിഞ്ഞ നിലവിളക്ക് കൊടുത്ത് വീടിനകത്തേക്ക് ആനയിച്ചു. തുടർന്ന് മുറിയിലെത്തിയ അവരെ സെറ്റിയിലിരുത്തിയ ശേഷം ഭഗീരഥിയും നമ്പ്യാരുമടക്കം ആ വീട്ടിലെ എല്ലാവരും അവർക്ക് രണ്ടാൾക്കും അവരുടെയെല്ലാം സ്നേഹം അറിയിച്ചുകൊണ്ടുള്ള മധുരവും നൽകി. ഈ സമയത്തും ഫോട്ടോയെടുപ്പും വീഡിയോ പിടുത്തവും തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. മധുരം കൊടുത്തു കഴിഞ്ഞതും വീണ്ടും വീട്ടിൽ വച്ചുള്ള ഫോട്ടോ എടുപ്പ് തുടങ്ങി. കാരണം ക്ഷേത്രത്തിൽ വച്ച് വധൂവരന്മാർക്കൊപ്പം ഫോട്ടോ എടുക്കാൻ കഴിയാത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് ഇപ്പോൾ ഫോട്ടോ എടുക്കാനായി വന്നിരിക്കുന്നത്. കൂടാതെ ഇടയ്ക്ക് മാലിനിയെ വന്ന് പരിചയപ്പെടുന്നവരുടെ തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ നേരം പതിയെ വൈകിത്തുടങ്ങി. അതോടെ വിവാഹത്തിന് എത്തിയ ബന്ധുക്കളും സുഹൃത്തുക്കളും വീട്ടുകാരോടും ഒപ്പം വരനോടും വധുവിനോടും യാത്ര പറഞ്ഞ് ഇറങ്ങിത്തുടങ്ങുന്നു. അതോടെ തിരക്ക് കുറഞ്ഞു തുടങ്ങിയതും ജയകൃഷ്ണൻ്റെ പെങ്ങൾ വന്ദന മാലിനിയെയും കൂട്ടി മുകളിൽ ജയകൃഷ്ണൻ്റെ മുറിയിലെത്തി. മുറിയാകെ അവളെയൊന്ന് പരിചയപ്പെടുത്തി. തുടർന്ന് മാലിനിക്കൊപ്പം നിന്ന് മാലിനിയുടെ മേക്കപ്പുകളെല്ലാം അഴിക്കാനും സഹായിച്ചു. ഈ സമയം ജയകൃഷ്ണനാകട്ടെ താഴെ കൂട്ടുകാർക്കൊപ്പം നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞിരിക്കുന്നു. വിവാഹത്തിനെത്തിയവർ എല്ലാവരും ഇതിനോടകം യാത്ര പറഞ്ഞു പോയിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ചെമ്പകശ്ശേരിയിൽ നമ്പ്യാരു കുടുംബവും ഒപ്പം മാലിനിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും ഹാളിൽ തന്നെയുണ്ട്. ഹാളിലിരിക്കുന്നവർ ഓരോരുത്തരും വിവാഹത്തെക്കുറിച്ചും വിവാഹത്തിന് തങ്ങൾ ക്ഷണിച്ചതിന് പ്രകാരം എത്തിയവരെക്കുറിച്ചും വരാതിരുന്നവരെക്കുറിച്ചും ഒക്കെയുള്ള ഓട്ടപ്രദക്ഷിണം പോലെ ഒരു ചർച്ച നടത്തുകയാണ്. ഇടയ്ക്ക് ഓരോരുത്തരും അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. എന്നാൽ ആ അഭിപ്രായങ്ങൾ പറയാനും ചർച്ചയിൽ പങ്കുചേരാനും ജയകൃഷ്ണൻ പക്ഷേ ഉണ്ടായിരുന്നില്ല. അവൻ മുകളിൽ അവൻ്റെ മുറിയിലായിരുന്നു. പിന്നെ മാലിനി ഉണ്ടായിരുന്നുവെങ്കിലും മറ്റുള്ളവർ പറയുന്നതെല്ലാം കേട്ട് നിശബ്ദയായി നിൽക്കുക മാത്രമാണ് ചെയ്തത്. അല്പനേരം നീണ്ടുനിന്ന ചർച്ചയ്ക്കൊടുവിൽ എല്ലാവർക്കും ഉറക്കം വന്നു തുടങ്ങി. അതോടെ ഓരോരുത്തരായി അവരവരുടെ മുറിയിലേക്ക് പോയി തുടങ്ങുന്നു. ഇപ്പോൾ ഹാളിൽ മാലിനിയും ഭഗീരഥിയും വന്ദനയുടെ മകൻ അപ്പുവും മാത്രമാണുള്ളത്. സന്ധ്യാനേരം ഉറങ്ങിയതുകൊണ്ടാവാം അപ്പുവിന് ഉറക്കം വന്നിരുന്നില്ല. അതിനാൽ അവൻ ഭഗീരഥിയുടെ കൈകളിലിരുന്ന് കളിക്കുകയാണ്. ഇപ്പോൾ സമയം 10 മണി. അതോടെ ഭഗീരഥി വന്ദനയോടെ "എന്നാൽ ഇനി നമുക്കും പോയി കിടന്നാലോ" എന്ന് പറഞ്ഞുകൊണ്ട് ഭഗീരഥി സോഫയിൽ നിന്നും എഴുന്നേറ്റു അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിലെത്തിയ അവർ കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായാണ് തിരിച്ചെത്തിയത്. ആ പാൽ ഗ്ലാസ് മാലിനിയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് മാലിനിയെ ജയകൃഷ്ണൻ്റെ മുറിയിൽ അവൻ്റെ അടുത്തേക്ക് പറഞ്ഞുവിടുന്നു. ഭഗീരഥി സ്നേഹത്തോട് നൽകിയ ആ പാൽ ഗ്ലാസുമായി മാലിനി മുകളിൽ ജയകൃഷ്ണൻ്റെ മുറിയിലേക്ക് നടന്നു. എന്നാൽ അവിടേക്ക് നടക്കുന്ന മാലിനിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു നവവധുവിൻ്റെ നാണവും ലജ്ജയും പരിഭ്രമവും അതിലുപരി പുതിയൊരു ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെയുണ്ടായിരുന്നു. എങ്കിലും പക്ഷേ അതിനേക്കാൾ ഒക്കെ ഉപരിയായി മനസ്സിൽ ഒരു ചെറിയ ഭയവും തെല്ലാശങ്കയും നിറഞ്ഞു നിന്നിരുന്നു. അവളുടെ ആ ആശങ്കയ്ക്കും ഭയത്തിനും കാരണവും ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല. രണ്ടാളും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ
മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടെ ഒരിക്കൽ പോലും ജയകൃഷ്ണൻ അവളെ ഒന്ന് നോക്കുകയോ അവളോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല. മാത്രമല്ല, വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ ഫോട്ടോ എടുക്കാൻ ഒപ്പം നിൽക്കുന്ന വേളകളിൽ എല്ലാം തന്നിൽ നിന്നും ഒരു അല്പം അകലം മാറിയാണ് അവൻ നിന്നിരുന്നത്. അതെ, മാലിനി ശ്രദ്ധിച്ചിരുന്നു. അതിൻ പ്രകാരം ഉണ്ടായതാണ് മാലിനിക്ക് ഈ പേടിയും ആശങ്കയും. തികച്ചും അപരിചിതരായ രണ്ട് വ്യക്തികൾ മണിക്കൂറുകളോളം അടുത്തു നിൽക്കുമ്പോൾ പരസ്പരം ഒന്ന് നോക്കുകയോ പരിചയപ്പെടുകയോ ചെയ്യുക സാധാരണമാണ്. എന്നാൽ ഇവിടെ അതും ഉണ്ടായിട്ടില്ല. ഒടുവിൽ മാലിനി ഭഗീരഥി നൽകിയ പാലുമായി ജയകൃഷ്ണന്റെ മുറിക്ക് മുന്നിലെത്തി. ഈ സമയം മുറിയുടെ കതക് അടഞ്ഞു കിടക്കുകയായിരുന്നു. അതോടെ മാലിനിയുടെ മനസ്സിൽ കതക് അകത്തുനിന്നും കുറ്റിയിട്ടിട്ടുണ്ടാകുമോ അറിയില്ല. ഇനി അകത്തുനിന്നും കുറ്റി ഇട്ടിട്ടുണ്ടെങ്കിൽ ജയകൃഷ്ണനെ വിളിക്കാതെ കതക് തുറക്കാനും കഴിയില്ല. താൻ എന്താണ് അദ്ദേഹത്തെ വിളിക്കുക, അവൾ ആലോചിച്ചു. അതോടൊപ്പം തന്നെ അവളുടെ ടെൻഷനും ഇരട്ടിയായി. ഒടുവിൽ അവൾ തൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് കതക് അകത്തുനിന്നും കുറ്റിയിട്ടിട്ടുണ്ടോ എന്നറിയാനായി കൈകൊണ്ട് പതിയെ അകത്തേക്ക് തള്ളി നോക്കി. കതക് അകത്തുനിന്നും കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ കതക് അകത്തേക്ക് മെല്ലെ തുറന്നു വന്നു. അതോടെ മാലിനി മുറിയുടെ അകത്തേക്ക് കയറി. ഈ സമയം മുറിയിൽ കട്ടിലിന് താഴെയുള്ള ചെറിയ സെറ്റിയിൽ കണ്ണുകളടച്ച് വെറുതെ അങ്ങനെ കിടക്കുകയാണ് ജയകൃഷ്ണൻ. മുറിയിലെ കാൽപ്പെരുമാറ്റം കേട്ട് കണ്ണു തുറന്ന് നോക്കിയ ജയകൃഷ്ണൻ നോക്കുമ്പോൾ കണ്ടു കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായി ഒരു നവവധുവിൻ്റെ നാണത്തോടും പരിഭ്രമത്തോടും കൂടി നിൽക്കുന്ന മാലിനിയെ. അവൻ പെട്ടെന്ന് തന്നെ ആ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു അവളെ ഒന്ന് നോക്കി. ആ ഒരു നിമിഷം ആദ്യമായി രണ്ടാളുടെയും മിഴികൾ തമ്മിലൊന്നിടഞ്ഞു. എന്തു പറയണമെന്നറിയാൻ കഴിയാതെ രണ്ടാളും അങ്ങനെ നിന്നു. ഒടുവിൽ ഇരുവരും നോട്ടം പിൻവലിച്ചു. മാലിനി കയ്യിലിരുന്ന പാൽ ഗ്ലാസ് തൊട്ടടുത്ത് കിടന്ന മേശമേൽ കൊണ്ടുചെന്ന് വെച്ചു. ശേഷം തുറന്നു കിടന്ന കതകടയ്ക്കാനായി വന്നു. എന്നാൽ ഇത് കണ്ടുനിന്ന ജയകൃഷ്ണൻ പെട്ടെന്ന് മാലിനിയെ അതിൽ നിന്നും വിലക്കിക്കൊണ്ട്, അത് വേണ്ട, കതക് ഞാൻ അടച്ചുകൊള്ളാം. ഒരുപാട് യാത്ര ചെയ്ത് അലഞ്ഞു ക്ഷീണിച്ച് വന്നതല്ലേ, കിടന്നുകൊള്ളൂ. ഞാൻ കിടക്കാൻ ഇനിയും വൈകും എന്ന് പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും മാലിനിയെ ഒന്ന് ശ്രദ്ധിക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. വിവാഹം കഴിഞ്ഞെത്തിയിട്ട് ഇതുവരെ അവളെയൊന്ന് നോക്കുകയോ അവളോട് വെറുതെയെങ്കിലും എന്തെങ്കിലും ഒന്ന് സംസാരിക്കുകയോ ചെയ്യാത്തതിൻ്റെ പേരിൽ ജയകൃഷ്ണൻ്റെ സ്വഭാവം എന്താണെന്നറിയാൻ കഴിയാത്തതിൻ്റെ ആശങ്കയിലും പേടിയിലും അവിടേക്ക് കടന്നു വന്ന മാലിനിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ജയകൃഷ്ണൻ്റെ ആ വാക്കുകളും പ്രവൃത്തിയും കണ്ട് അവളുടെ മനസ്സ് കൈവിട്ടുപോയ നിമിഷങ്ങളായിരുന്നു അത്. ഒപ്പം അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകിയ മിഴികളോടെ കുറേ നേരം അവൾ അങ്ങനെ തന്നെ നിന്നു പോകുന്നു. ഒടുവിൽ തനിക്ക് മുന്നിൽ കിടന്ന ആ ചെറിയ സെറ്റിയിലേക്ക് ഇരുന്നുകൊണ്ട് ഇതെന്താണ് ഇങ്ങനെയെന്ന് അവളോട് തന്നെ സ്വയം ചോദിച്ചു പോകുന്നു.